അപ്പോൾ ഇതാ ഒരു ഡിഷ് നിറച്ച് ചാരം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നല്ലോ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് ചാരം കൊണ്ട് നല്ല പൊട്ടാഷ് അടങ്ങിയ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഈ ചാരം ചിലതൊക്കെ നേരിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും അല്ലേ. അങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടി എളുപ്പം വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊന്ന് കമ്പോസ്റ്റ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഓരോ പിടി നമ്മുടെ ചെടിയുടെ ഒക്കെ ചുവട്ടിൽ, അതായത് പച്ചക്കറികളുടെ ഒക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണല്ലേ നല്ല രീതിയിൽ പൂവ് ഉണ്ടാകാനും നല്ല രീതിയിൽ കായ ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിത് പൊട്ടാഷ് അടങ്ങിയ വളം മാത്രമല്ല, ഇതിൽ കുറച്ച് നൈട്രജൻ കണ്ടൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അതെന്താണെന്നും അത് ഏതൊരു ഇലയാണെന്നും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ പാത്രം എടുത്ത് വെച്ചു. അത് ഞാൻ വളമൊക്കെ റെഡിയാക്കുന്ന ഒരു പാത്രമാണ്, ഒരു ബക്കറ്റാണ്. അതും എടുത്ത് വെച്ചു. പിന്നെ ഇതാ നമ്മൾ ഡെയിലി എടുക്കുന്ന ഡിഷ് നിറച്ച് നമ്മൾ ചാരവും പിന്നെ ഇതാ മണ്ണുമാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ബക്കറ്റിൻ്റെ ഏറ്റവും അടിയിൽ നമുക്ക് ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുക്കാം. ഏറ്റവും അടിയിലായിട്ട് മണ്ണ് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അത് എത്രയാണോ മണ്ണെടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചാരവും എടുക്കുന്നത്, രണ്ടും ഒരേ അളവിൽ. അപ്പോൾ ഇനി അടുത്തത് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ മുകളിൽ ചാരം, അതും അതേ അളവിൽ തന്നെ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇഷ്ടംപോലെ ചാരം കിട്ടാനുണ്ടെങ്കിൽ പാത്രം വലിപ്പത്തിലെടുക്കാം. ഇനി ചാരം കുറച്ചേ ഉള്ളെങ്കിൽ ചെറിയ പാത്രം എടുക്കാം. അപ്പോൾ ഇത് അതായത് നമ്മുടെ കയ്യിൽ ചാരം തീരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി വലിയ ബക്കറ്റാണ് എടുത്തത്. അപ്പോൾ ചാരം ഇട്ട് കൊടുത്തു, അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ട് കൊടുത്തു കേട്ടോ. ആദ്യം മണ്ണിട്ടു, പിന്നെ ചാരം ഇട്ടു, അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ട് കൊടുത്തു. ഇതാ അപ്പം നമുക്ക് ഈ ഒരു പൊട്ടാഷ് അടങ്ങിയ ഈ ഒരു കമ്പോസ്റ്റിൽ നൈട്രജനും കൂടെ ചേർക്കാനായിട്ട് ഞാൻ കണ്ട നമ്മുടെ സീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. അതും കമ്പൊന്നും ഇല്ലാതെ ഇല മാത്രമായിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് അഴുകി കിട്ടും. കമ്പും കൂടെ ഇട്ട് കഴിയുമ്പോഴേ അത് ഇത്തിരി അഴുകാനൊക്കെ താമസം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇല മാത്രമാക്കിയിട്ട് അത് ഇട്ട് കൊടുത്ത് ഒന്ന് നനച്ച് കൊടുത്തു കേട്ടോ. ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തു, ഒരുപാട് വെള്ളം ഒഴിച്ചില്ല, ചെറുതായിട്ടൊന്ന് നനച്ചു. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുത്തു കേട്ടോ. മണ്ണിട്ടതിന് ശേഷം വീണ്ടും അതേ അളവിൽ ചാരവും കൂടി ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്ക് വീണ്ടും നമുക്ക് ഈ ഒരു സീമക്കൊന്നയുടെ ഇല. അപ്പം നമ്മൾ ചാരവും മണ്ണും മാത്രം എടുത്തിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കുമ്പം അതിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടല്ല നമ്മളൊക്കെ ഇട്ട് കൊടുക്കാറ്. അതെന്ന് വെച്ചാൽ നൈട്രജനും പൊട്ടാഷ്യം അടങ്ങിയൊരു വളമാകാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സീമക്കൊന്നയുടെ ഇലയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ടുണ്ടല്ലോ നമുക്കിനി ചാണകപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഓരോ പിടിയായിട്ട് നമ്മുടെ പച്ചക്കറിയുടെ ഒക്കെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മാത്രം മതി, ചാണകപ്പൊടി ചേർക്കേണ്ട ഒരാവശ്യമില്ല. ഈ സീമക്കൊന്നയുടെ ഇലയും കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ സീമക്കൊന്നയുടെ ഇലയുണ്ടല്ലോ നല്ലൊരു കീടനാശിനി കൂടിയല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ചാരത്തിൻ്റെ കൂട്ടത്തിലും മണ്ണിൻ്റെ കൂട്ടത്തിലും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ഒക്കെ ചുവട്ടിലിട്ട് കൊടുക്കുമ്പോഴേ മണ്ണിൽ നിന്നുള്ള കീടശല്യവും കുറവായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ചെടി വളരുകയും ചെയ്യും. ഈ രീതിയിൽ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ചാരവും മണ്ണും സീമക്കൊന്നയുടെ ഇലയും എത്രത്തോളം നമ്മുടെ കയ്യിലുണ്ടോ അതിങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെ ഏറ്റവും മുകളിൽ വീണ്ടും ഇതാ മണ്ണിട്ട് കൊടുത്തു. അപ്പം നമ്മൾ ഇത്രത്തോളം നമുക്കിട്ട് നമ്മുടെ ചാരവും തീർന്നു പോയെങ്കിൽ നമുക്ക് മുകളിൽ വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ചാരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ ലെയർ ഇതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ മണ്ണും ഇതേപോലെ നമ്മൾ സീമക്കൊന്നയുടെ ഇലയൊക്കെ മാറി മാറി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. മാത്രം നിറയുമ്പം നമ്മളെടുത്ത് അടച്ചങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ചാരം മൊത്തമായിട്ടും ഇട്ട് കൊടുത്തു കേട്ടോ. ഏറ്റവും മുകളിൽ ഇതാ ബാക്കിയുണ്ടായിരുന്ന ചാരവും കൂടി ഇട്ട് കൊടുത്തു, മണ്ണും ഇട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ സീമക്കൊന്നയുടെ ഇലയും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലതുപോലെ നേരത്തെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ, കുറേശ്ശെ തളിച്ച് കൊടുക്കുകയല്ലേ ചെയ്തേ. ഇപ്പം നമ്മൾ ഏറ്റവും മുകളിലാണ് ഈ സീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുത്തിട്ട് കുറച്ചേറെ ഏകദേശം 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. എന്നിട്ട് നമുക്ക് മുറുക്കി അങ്ങ് അടച്ച് വെച്ചിട്ട് ഒരു തണലത്തേക്ക് അങ്ങ് മാറ്റി വെച്ചാൽ 1 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പോസ്റ്റ് റെഡിയായി കിട്ടുവേ.